ഭഗവത് ഭക്തന്മാർക്ക് വഴികാട്ടിയായിട്ട് മുമ്പിൽ തന്നെ ഭഗവാൻ ഉണ്ടാകുന്നു. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകമാണ്. ഭഗവാന്റെ ഭക്തന്മാർക്ക് സദാസമയവും ഭഗവാൻ രക്ഷാകവചമായിട്ട് ഉണ്ടാകുമെന്ന് ഈ ശ്ലോകം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമുക്ക് ശ്ലോകം നോക്കാം. ശ്ലോകം 17. ശൃണ്വതാം സ്വകഥാം കൃഷ്ണ പുണ്യശ്രവണകീർത്തന ഹൃദ്യന്ധസ്ഥോ ഹ്യഭദ്രാണി വിധുനോതി സുഹൃത്സദാം. ഒന്നുകൂടി നോക്കാം. ശൃണ്വതാം സ്വകഥാം കൃഷ്ണ പുണ്യശ്രവണകീർത്തന ഹൃദ്യന്ധസ്ഥോ ഹ്യഭദ്രാണി വിധുനോതി സുഹൃത്സദാം. ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. സ്വകഥാം ശൃണ്വതാം പുണ്യശ്രവണകീർത്തന കൃഷ്ണ ഹൃദി അന്ധസ്ഥ സദാം സുഹൃത് അഭദ്രാണി വിധുനോതി. ഒന്നുകൂടി നോക്കാം. സ്വകഥാം ശൃണ്വതാം പുണ്യശ്രവണകീർത്തന കൃഷ്ണ ഹൃദി അന്ധസ്ഥ സദാം സുഹൃത് അഭദ്രാണി വിധുനോതി. ഇനി നമുക്ക് ഈ പദങ്ങളായിട്ട് നോക്കാം. ശൃണ്വതാം സ്വകഥാം കൃഷ്ണ പുണ്യ ശ്രവണ കീർത്തന ഹൃദി അന്ധസ്ഥ ഹി അഭദ്രാണി വിധുനോതി സുഹൃത് സദാം. ഒന്നുകൂടി നോക്കാം. ശൃണ്വതാം സ്വകഥാം കൃഷ്ണ പുണ്യ ശ്രവണ കീർത്തന ഹൃദി അന്ധസ്ഥ ഹി അഭദ്രാണി വിധുനോതി സുഹൃത് സദാം. ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം. ശൃണ്വതാം കേൾക്കുന്നവരുടെ, സ്വകഥാം തൻ്റെ കഥ, കൃഷ്ണ കൃഷ്ണൻ, പുണ്യശ്രവണ കീർത്തന ശ്രവണവും കീർത്തനവും പുണ്യമാകുന്നവൻ, ഹൃദ്യന്തസ്ഥ ഹൃദയത്തിനുള്ളിൽ വസിക്കുന്ന, ഹി തീർച്ചയായും, അഭദ്രാണി അശുദ്ധതകൾ, വിധുനോതി നീക്കുന്നു, സുഹൃത്ത് സുഹൃത്ത്, സദാം സജ്ജനങ്ങളുടെ സുഹൃത്ത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. ഭക്തർ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകൾ ശ്രദ്ധയോടെ ശ്രവിക്കുകയും കീർത്തിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഹൃദയത്തിനുള്ളിൽ തന്നെ വസിക്കുന്ന സദ്ഗുണികളുടെ സുഹൃത്തായ കൃഷ്ണൻ ഹൃദയത്തിലെ അശുദ്ധികളും ദോഷങ്ങളും പരിപൂർണമായി കഴുകി മാറ്റുന്നു. അതിനാൽ ഭഗവത് കഥ വെറും കേൾവിയല്ല, ഹൃദയശുദ്ധീകരണത്തിൻ്റെ ദൈവീക പ്രക്രിയയാണ് എന്ന് ഈ ശ്ലോകം നമുക്കായിട്ട് പറഞ്ഞു തരുന്നു. മുമ്പത്തെ വീഡിയോകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിലെ പ്ലേലിസ്റ്റിൽ കയറി എല്ലാ വീഡിയോകളും കാണാവുന്നതാണ്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.